സുവിശേഷൻ ജോൺ കുര്യൻ കോട്ടയം എഴുതിയ ദൈവം എന്നിൽ പ്രസാദിക്കുന്നതെപ്പോൾ എന്ന പുസ്തകത്തിലെ 9ഉം 10ഉം അധ്യായങ്ങളാണ് ഇപ്പോൾ വായിച്ചു കേൾപ്പിക്കുന്നത്. നുകത്തിൻ കീഴിലെ ആശ്വാസം. ക്രിസ്തീയ ജീവിതത്തെ വളരെ ഭാരമുള്ള ഒരു കാര്യമായിട്ടും കർത്താവിൻ്റെ കൽപ്പനകളെ വഹിക്കുവാൻ വയ്യാത്ത ചുമടായിട്ടുമാണ് നാം പലപ്പോഴും ധരിച്ചു പോകാറുള്ളത്. ദൈവകൽപ്പനകളെല്ലാം അനുസരിക്കുന്നത് അസാധ്യമായ ഒരു കാര്യമാണെന്നും നാം അതിന് ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നുമുള്ള ഒരു ധാരണ ശത്രുവായ പിശാച് മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. മനുഷ്യർ രസകരമെന്ന് വിചാരിക്കുന്ന അനേക കാര്യങ്ങളിൽ ഇടപെടുവാൻ പാടില്ലാത്തതുമൂലം ക്രിസ്തീയ ജീവിതം തീരെ സന്തോഷമില്ലാത്തതും വാടിയ മുഖത്തോടെ ജീവിക്കേണ്ടതുമാണെന്നും അവൻ മനുഷ്യഹൃദയങ്ങളിൽ മന്ത്രിക്കുന്നു. എന്നാൽ ഇതൊരു സാത്താന്യ തന്ത്രം മാത്രമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വാസ്തവത്തിലുള്ള സാധ്യതയും അതിലനുഭവിപ്പാൻ കഴിയുന്ന യഥാർത്ഥ സന്തോഷവും നാം ഗ്രഹിക്കാതെ വണ്ണം സാത്താൻ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ദൈവസഹായത്താൽ വിജയകരമായ ഒരു ജീവിതം സാധ്യമാണ് എന്ന് നാം നേരത്തെ ചിന്തിച്ചു. മത്തായി 11:28-29 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. കർത്താവിനോട് പഠിക്കുകയും അവൻ്റെ നുകം ഏറ്റുകൊള്ളുകയും ചെയ്യുന്നത് ആശ്വാസകരമായ ഒരു അനുഭവമാണ്. നാം ഏൽക്കേണ്ട നുകത്തിൻ്റെ ഒരറ്റത്ത് കർത്താവുണ്ട് എന്ന ബോധ്യം നുകം നമുക്ക് മൃദുവാക്കി തീർക്കുന്നതാണ്. നുകമേറ്റ് നടക്കുവാൻ കർത്താവ് കൂടെ സഹായിക്കുന്നതിനാൽ അത് ഭാരമുള്ള ഒരു കാര്യമല്ല. എന്നാൽ സാത്താൻ്റെ നുകമാകട്ടെ അതികഠിനവും ഭാരമുള്ളതുമാണ്. അത് ചുമക്കുന്നവർക്ക് യാതൊരു ആശ്വാസവുമില്ല. തൻ്റെ കീഴിലുള്ളവരെ കൊണ്ട് കഠിനമായ ഊഴിയവേല ചെയ്യിക്കുന്നവനാണ് സാത്താൻ എന്ന യജമാനൻ. തന്നെ അനുഗമിക്കുന്നവരുടെ ഉള്ളിൽ പക, പിണക്കം, അസൂയ, അശുദ്ധി ഇവയെല്ലാം നിറഞ്ഞിരിക്കാൻ അവർ തികച്ചും അസ്വസ്ഥരും ആകുലചിത്തരും ഭാരപ്പെടുന്നവരുമാണ്. എന്നാൽ കർത്താവാകട്ടെ ഇതിൽ നിന്നെല്ലാം വിടുവിക്കുകയും ആശ്വാസത്തോടെ ജീവിക്കുവാനും വിശുദ്ധിയുടെ വഴിയിൽ നടക്കുവാനും സഹായിക്കുകയും ചെയ്യുന്നു. ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവുമാണെന്ന് ദൈവവചനം പറയുന്നു. വിശുദ്ധ ചിന്തകളാലും സ്നേഹത്താലും ക്ഷമയാലും നിറഞ്ഞ ഒരു സ്നേഹത്തിൽ എന്നും സമാധാനവും ആശ്വാസവുമുണ്ട്. ഉദാഹരണമായി, ആരെങ്കിലും നമുക്കെതിരെ ദുഷ്പ്രചരണം നടത്തുകയോ ശകാരവാക്കുകൾ പറയുകയോ ചെയ്യുന്നു എന്നിരിക്കട്ടെ, ക്രിസ്തുവിൻ്റെ ആത്മാവിൽ അതിനെ ക്ഷമിക്കുവാൻ, ആ ശത്രുവിനെതിരെ പകയോ വിദ്വേഷമോ വെച്ചു പുലർത്താതെ അവനെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിച്ചാൽ യാതൊരു മനക്ലേശവും കൂടാതെ ആശ്വാസത്തോടെ ഇരിപ്പാൻ നമുക്ക് കഴിയും. എന്നാൽ പിശാചിൻ്റെ ആത്മാവിനാൽ നാം ശത്രുവിനെതിരെ അപവാദം പറയുവാനും പകരം വീട്ടുവാനും ശ്രമിക്കുന്നെങ്കിൽ നമ്മുടെ ഉള്ളിൽ യാതൊരു സമാധാനവും കാണുകയില്ല. രാവും പകലും ശരിയായി ഉറങ്ങുവാനോ വിശ്രമിക്കുവാനോ സാധിക്കാതെ ഞാൻ അവനെ ഇനി എങ്ങനെ കൊടുക്കും, ഇന്നിൻ്റെ കാര്യങ്ങൾ ഞാൻ അവനെ എതിരെ പറയും, ഇനിയും പ്രതിവാദത്തിനവൻ വന്നാൽ എനിക്കവനെ കുറിച്ച് അറിയാവുന്ന ഇന്ന വിഷയം ഞാൻ പരസ്യമാകും എന്നിങ്ങനെയൊക്കെ കാര്യങ്ങൾ ചിന്തിച്ച് നാം ഭാരത്തോടെ ഇരിക്കും. ഇതിൽ ഏതു മാർഗമാണ് ലഘുവായത്? സാത്താൻ്റെ മാർഗമോ ക്രിസ്തുവിൻ്റെ മാർഗമോ? ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ ക്ഷമിക്കുന്നത് പരാജയമായിട്ട് തോന്നിയാലും വാസ്തവത്തിൽ ആ മാർഗമാണ് ആശ്വാസത്തിൻ്റെ മാർഗം. ക്ഷമിക്കാതിരിക്കുന്ന പിശാചിൻ്റെ മാർഗം മനുഷ്യനെ അരിഷ്ടനാക്കുന്നതാണ്. എന്നാൽ ഈ വാസ്തവം നമ്മിൽ നിന്നും മറച്ചു പിടിച്ച് നമ്മെ കബളിപ്പിക്കുവാനാണ് പിശാച് ശ്രമിക്കുന്നത്. 1 യോഹന്നാൻ 5:3 പറയുന്നത് ശ്രദ്ധിക്കുക. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ഈ വാക്കുകൾ പറയുന്ന യോഹന്നാൻ യേശുക്രിസ്തുവിനോടുകൂടെ അവൻ്റെ ശിഷ്യനായി സഞ്ചരിക്കുകയും ഏകദേശം 65 വർഷങ്ങൾ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. എന്നാൽ താൻ പറയുന്നത് അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എന്നാണ്. വിജയകരമായ നിലയിൽ ക്രിസ്ത്യജീവിതം നയിക്കുവാൻ കർത്താവിൻ്റെ സഹായത്താൽ സാധിക്കുന്ന ഏതു മനുഷ്യനും ഇത് അനുഭവമായി പറയാവുന്നതാണ്. ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് സന്തോഷമുള്ള ഒരു വിഷയമാണ്, ഭാരമുള്ളതല്ല. ഇത് വളരെ ഭാരമുള്ളതാണെന്ന് ധരിച്ചിരിക്കുന്ന ലോകത്തോട് അപ്പോസ്തലൻ പറയുന്നത് ആ ധാരണ ശരിയല്ല എന്നാണ്. തൻ്റെ ബിസിനസ് സംബന്ധമായി സർക്കാർ അധികൃതരെ കബളിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടി കൃത്രിമ രേഖകളും കള്ളക്കണക്കുകളും ചമച്ച് നികുതിയിൽ നിന്നും മറ്റും അയാൾ രക്ഷ നേടാൻ ശ്രമിക്കുന്നു. അധികൃതരാരെങ്കിലും പരിശോധനയ്ക്കെത്തിയാൽ എന്തൊരു ആധിയും ക്ലേശവുമായിരിക്കും അവൻ്റെ ഉള്ളിൽ. തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും താൻ പിടിക്കപ്പെടുമോ എന്ന ഭയത്തിലും ആശങ്കയിലും സമാധാനമറ്റവനായി അവൻ കഴിയുകയാണ്. ആ കള്ളത്തരത്താൽ അല്പമായ ഭൗതിക നേട്ടം തൽക്കാലമുണ്ടായാലും അതിനായി തൻ്റെ മനസ്സമാധാനം മുഴുവൻ അയാൾ കളയുന്നു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന കർത്താവിൻ്റെ വചനം അനുസരിക്കുന്ന ഒരു വിശ്വാസിക്ക് ഈ ബുദ്ധിമുട്ടിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. അവന് കൃത്രിമം കാണിക്കുകയോ കള്ളക്കണക്കുണ്ടാക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഒന്നും അധികൃതരിൽ നിന്ന് ഒളിക്കുവാൻ അവനില്ല. എത്ര സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ഭയപ്പെടാതെ ആകുലചിന്തയില്ലാതെ അവൻ ജീവിക്കുന്നു. നികുതി കൊടുക്കേണ്ടവന് നികുതി എന്ന കൽപ്പന റോമർ 13:7 അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇവന് ആ കൽപ്പനകൾ ഭാരമുള്ളവയായിട്ടല്ല ഇരിക്കുന്നത്. അവനെ സംബന്ധിച്ച് നേരായി
കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായിട്ടാണ് ഇരിക്കുന്നത്. യഥാർത്ഥ സന്തോഷത്തിൻ്റെ മാർഗം എന്താണെന്ന് ചിന്തിക്കാം. എന്നാൽ നാം ഈ സത്യം മനസ്സിലാക്കാതിരിക്കാൻ സാത്താൻ ശ്രമിക്കുന്നു. നീതിയും നേരും വിശുദ്ധിയും ഉള്ളയിടത്തെ സമാധാനവും ആശ്വാസവും ഉള്ളൂ എന്ന് ദൈവവചനം പറയുന്നു. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ എന്ന് റോമർ 14:17 നാം വായിക്കുന്നു. നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ സന്തോഷമുള്ളവർ എന്ന് കർത്താവ് തൻ്റെ പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്ന ഒരുവനെ ദൈവം മറ്റുള്ളവരിൽ അധികമായി ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് 45-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്നു. നീതിയുടെയും വിശുദ്ധിയുടെയും മാർഗമാണ് യഥാർത്ഥ സന്തോഷത്തിൻ്റെ മാർഗം. ക്രിസ്തുവിനെ മുഖമേറ്റുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നതാണ് ലഘുവും മൃദുവുമായ മാർഗം. അവിടെ ആശ്വാസമുണ്ട്, മനസ്സിന് സ്വാതന്ത്ര്യമുണ്ട്, അരിഷ്ടതയോ മനക്ലേശമോ ഇല്ല. എന്നാൽ ദൈവകൽപ്പനകളെ അനുസരിക്കാതെ ജീവിക്കുന്നത് അരിഷ്ടതയുടെ മാർഗമാണ്. പ്രിയവാനക്കാര, ഈ സത്യം നമുക്ക് നന്നായി ഗ്രഹിക്കാം. ദൈവവഴികളിൽ നടക്കുന്നത് ഭാരമുള്ള കാര്യമാണെന്നും അതിൽ യാതൊരു സന്തോഷവും ഇല്ലെന്നും ഉള്ള സാത്താൻ്റെ നുണകൾ നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാം. അവൻ നുണയനും ഭോഷ്കിൻ്റെ അപ്പനും ആണെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. സാത്താൻ്റെ നുഖത്തിന് കീഴിൽ ജീവിക്കുന്നത് അടിമത്തമാണ്. അവൻ്റെ നുഖം കഠിനമാണ്. ആകയാൽ പ്രിയരെ, നമുക്ക് കർത്താവിൻ്റെ മൃദുവായ നുഖത്തിന് കീഴിൽ ജീവിക്കാം. ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ 100% അനുസരിച്ച് ജീവിക്കുന്നത് പോലെ സന്തോഷകരമായ, സൗഭാഗ്യകരമായ, ആശ്വാസകരമായ മറ്റൊന്നില്ല. അടുത്തത്, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാവുക. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം നമ്മൾ പാപങ്ങളുടെ മേൽ വിജയമുള്ളവരായിരിക്കണം എന്നു മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ കൂടി പ്രതിഫലിക്കണം എന്നുകൂടി അത്രേ. പാപം ചെയ്യാതിരിക്കുക എന്നത് കാര്യങ്ങളുടെ ഒരു വശം മാത്രമാണ്. നാം അവിടെ കൊണ്ട് അവസാനിപ്പിച്ചുകൂടാ. നാം ദൈവത്തിൻ്റെ സ്വഭാവത്തിന് പങ്കാളികളാകണം എന്ന് ദൈവവചനം പറയുന്നു. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന് മുഖത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുവാൻ ഇടവരുന്നു. 2 പത്രോസ് 1:3-4 വാക്യങ്ങൾ. നീതിയായും വിശുദ്ധിയായും ജീവിക്കുവാൻ ആവശ്യമായ വിലയേറിയ വാഗ്ദത്തങ്ങൾ ലഭിച്ച ദൈവമക്കൾ ലോകത്തിൻ്റെ മുഖത്താലുള്ള നാശം വിട്ടൊഴിയണം എന്നുമാത്രമല്ല, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുകയും വേണം എന്ന് നാം ഇവിടെ വായിക്കുന്നു. ദിവ്യ സ്വഭാവം എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം എന്നാണല്ലോ അർത്ഥം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെങ്കിലും യേശുക്രിസ്തു അവനെ വെളിപ്പെടുത്തിയിരിക്കാൻ ദൈവസ്വഭാവം ക്രിസ്തുവിൽ വിളങ്ങിക്കാണുന്ന സ്വഭാവം തന്നെയാണ്. റോമർ 8:29 നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ പടികൾ വിവരിക്കുന്ന കൂട്ടത്തിൽ എന്തിനായിട്ടാണ് നമ്മെ മുൻനിയമിച്ചിരിക്കുന്നതെന്ന് നോക്കുക. അവൻ്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പിൽ ദൈവത്തിന് നമ്മെ സംബന്ധിച്ചുള്ള ഉദ്ദേശ്യം നാം അവൻ്റെ പുത്രനെ പോലെ, അതായത് യേശു കർത്താവിനെ പോലെ ആയിത്തീരണം എന്നുള്ളതാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ കർത്താവ് വരുമ്പോഴാണ്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. 1 യോഹന്നാൻ 3:2. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഫിലിപ്പിയർ 3:20-21 വാക്യങ്ങൾ. എന്നാൽ നാം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വഭാവത്തിൽ യേശുവിനെ പോലെ ആയിത്തീരുവാൻ വളർച്ച പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണത്തക്കവണ്ണം നമ്മുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ തേജസ് വെളിപ്പെടുത്തും. ക്രിസ്തുവിൽ വിളങ്ങി കണ്ട സ്നേഹം, ദയ, കരുണ, ക്ഷമ ഇത്യാദി സ്വഭാവ ഗുണങ്ങൾ നമ്മുടേതായി തീരുകയും ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് നമ്മുടെ ഉള്ളത്തിൽ ഐക്യരൂപപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുകയും വേണം. ഇതിനെക്കുറിച്ചാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക എന്ന് നാം വായിച്ചത്. ഈ നിലയിൽ കാര്യങ്ങളെ നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ക്രിസ്തുവിനോട് കൂടുതൽ അനുരൂപപ്പെട്ടു വരുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടോ? ദൈവത്തിന് എന്നെ സംബന്ധിച്ചുള്ള ഉന്നതമായ പദ്ധതി തൻ്റെ പുത്രനെ പോലെ എന്നെ ആക്കി തീർക്കുക എന്നതായിരിക്കെ അതിൽ നിന്ന് വളരെ താഴ്ന്ന എൻ്റെ സ്വയ പദ്ധതികളായിട്ടല്ലേ ഞാൻ മുൻപോട്ട് പോകുന്നത്. പാപിയും ദ്രോഹിയും നീചനുമായ എന്നെ രക്ഷിച്ച് എൻ്റെ പാപം മോചിച്ച് സ്വർഗത്തിന് അവകാശിയാക്കി തീർക്കുക എന്ന് മാത്രമല്ല, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ തൻ്റെ സ്വഭാവത്തിന് എന്നെ കൂട്ടാളിയാക്കി തീർക്കുക എന്ന ഉന്നതമായ ദൈവോദ്ദേശത്തിന് മുൻപിൽ അത്ഭുതത്തോടും നന്ദിയോടും കൂടെ തലകുനിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തിന് തൻ്റെ ഉദ്ദേശം സാധിക്കത്തക്ക നിലയിലാണോ ഞാൻ എൻ്റെ അനുദിന ജീവിതം നയിക്കുന്നത് എന്ന് നമ്മോട് തന്നെ ചോദിച്ചിട്ട് വേണം നാം മുൻപോട്ട് പോകുവാൻ. ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്നത് എങ്ങനെ? ഒന്നാമത്, ക്രിസ്തുവിനോട് നാം അനുഭവപ്പെടേണ്ടത് നമ്മുടെ മനസ്സിലാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്ന് റോമർ 12:2 പറയുന്ന നിർദ്ദേശം നാം ചെവിക്കൊള്ളേണ്ടതാണ്. ലോകത്തിൻ്റെ ചിന്താഗതികൾക്ക് അനുസരിച്ച് ചിന്തിക്കുന്ന എൻ്റെ മനസ്സിന് ഒരു രൂപാന്തരം അഥവാ വ്യത്യാസം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു കാര്യങ്ങളെ കാണുന്നത് പോലെ കാര്യങ്ങളെ കാണുവാൻ നമുക്ക് കഴിയണം.
കർത്താവിന് പണത്തോടുണ്ടായിരുന്ന മനോഭാവം തന്നെ ആയിരിക്കണം എനിക്കും ഉണ്ടാകേണ്ടത്. കർത്താവിന് എളിയവരോടുണ്ടായിരുന്ന മനോഭാവം തന്നെയാണ് എനിക്കും ഉണ്ടായിരിക്കേണ്ടത്. ഇങ്ങനെ ഓരോ കാര്യത്തിലും ദൈവാനുരൂപമായ ചിന്താഗതികൾ എനിക്കുണ്ടാകണം. കർത്താവ് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെയും കാണുന്നതെന്ന് ദൈവവചനത്തിലുണ്ട്. അത് വായിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കി അതിനനുസരണമായി ചിന്തിക്കുവാൻ നാം പഠിക്കണം. അപ്പോൾ മാത്രമേ കാര്യങ്ങളെ കർത്താവിൻ്റെ നിലപാടിൽ നിന്ന് അവൻ്റെ വീക്ഷണത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. കർത്താവെ, നിന്നെപ്പോലെ വസ്തുതകളെയും ആളുകളെയും കാണുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നോർത്ത് നിലവിളിക്കുന്ന, ദൈവസന്നിധിയിൽ കരയുന്ന അനുഭവം നമുക്കുണ്ടോ? അതിനായുള്ള വലിയ വാഞ്ച നമുക്കുണ്ടോ? ക്രിസ്തുവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയെന്നറിയുവാൻ സുവിശേഷങ്ങളിൽ കാണുന്ന ക്രിസ്തുവിനെ നാം സൂക്ഷ്മമായി പഠിച്ചേ മതിയാകുകയുള്ളൂ. നാം പിന്തുടരുവാൻ അവനൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് പത്രോസ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ 1 പത്രോസ് 2:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ ചില വിശേഷണ ഗുണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം പരിമേൽപ്പിക്കുന്ന പ്രകൃതിയാണ് ക്രിസ്തുവിനുണ്ടായിരുന്നത്. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല എന്ന് മാത്രമല്ല, അവർക്കായി പ്രാർത്ഥിച്ചവനാണ് നമ്മുടെ അനുഗ്രഹീത രക്ഷകൻ. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് തന്നെ ക്രൂശിച്ചവർക്കായി പ്രാർത്ഥിച്ചവനാണ് ക്രിസ്തു. ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവരെ ശപിക്കാതെ അനുഗ്രഹിപ്പിൻ എന്ന് പറഞ്ഞ ക്രിസ്തു അത് തൻ്റെ ജീവിതത്തിൽ തന്നെ കാണിച്ചു കൊടുത്തു. ശപിക്കുന്നവരെ തിരിച്ച് ശപിക്കാതെ മിണ്ടാതിരിക്കുക എന്നത് മാത്രമല്ല ക്രിസ്തുമാർഗം. അവരെ അനുഗ്രഹിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുന്നതാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം. അതുമാത്രമല്ല, കഷ്ടമനുഭവിച്ചിട്ട് താൻ ഭീഷണം പറഞ്ഞില്ല എന്ന് നാം വായിച്ചല്ലോ. അന്യായമായി കഷ്ടം സഹിക്കുമ്പോഴും ദൈവം തന്നെ കഷ്ടപ്പെടുത്തുന്നവരെ ശിക്ഷിച്ചുകൊള്ളും എന്നോ, തന്നെ ഇപ്പോൾ ക്രൂശിച്ചാലും 3 ദിവസത്തിന് ശേഷം താൻ ഉയർത്തെഴുന്നേറ്റ് അവരെ ലജ്ജിപ്പിക്കുമെന്നോ അവരോട് ഭീഷണം പറഞ്ഞില്ല. തന്നെത്താൻ ന്യായീകരിക്കുവാൻ യാതൊരു ശ്രമവും അവൻ ചെയ്തില്ല. ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾ എന്നെ ക്രൂശിച്ചിട്ട് ഇപ്പോൾ എന്തായി? ഇതാ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് പീലാത്തോസിൻ്റെ മുമ്പിലോ തൻ്റെ ശത്രുക്കളുടെ മുമ്പിലോ യേശു പ്രത്യക്ഷനായില്ല. സകലവും ന്യായമായി വിധിക്കുന്നവങ്കിൽ ഫലമേൽപ്പിക്കുക മാത്രം ചെയ്തു. എത്ര അനുഗ്രഹീത സ്വഭാവം, എത്ര അനുഗ്രഹീത വ്യക്തിപ്രഭാവം! ഇവനത്രേ നമ്മുടെ രക്ഷകൻ, ഇവനത്രേ നമ്മുടെ നാഥൻ. ഇവനെ നാം പിൻപറ്റണം എന്നാണ് പത്രോസ് പറയുന്നത്. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തൻ്റെ മഹിമ നിസ്തുലം എന്ന് നമുക്ക് പാടാതിരിക്കുവാൻ കഴിയുകയില്ല. സകലരെയും സ്നേഹിച്ച, സകലർക്കായും കരുതിയ, സകലരോടും മനസ്സലിവ് കാണിച്ച ക്രിസ്തുവിനോട് തുല്യപ്പെടുത്തുവാൻ ഈ ഭൂതലത്തിൽ ആരുണ്ടായിട്ടുണ്ട്? കർത്താവിൻ്റെ ഈ ദിവ്യ സ്വഭാവങ്ങളാണ് നമ്മിലേക്ക് പകരപ്പെടേണ്ടത്. അവൻ്റെ വിനയം, സ്നേഹം, മനസ്സലിവ്, കരുണ, ദയ ഇവയെല്ലാം നമ്മിലേക്ക് പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം അത് പ്രാപിക്കുവാൻ ആഗ്രഹമുള്ളവരാണോ? ഒരുക്കമുള്ളവരാണോ? യേശുവേ, നിൻ്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം! ശിഷ്യനാകുന്ന എന്നെയും നിന്നെപ്പോലെ ആക്കണം മുഴുവൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.